ഹായ് പ്രിയപ്പെട്ടവരെ, എന്തെല്ലാമാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, നമുക്ക് ഇതുവരെയുള്ള പരീക്ഷകളൊക്കെ വളരെ ഉഷാറായി എഴുതിയല്ലോ അല്ലേ? എല്ലാവരും നന്നായി നല്ല ഗ്രേഡ് വാങ്ങുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇനി അടുത്ത പരീക്ഷ നമുക്ക് അടുത്ത ദിവസം വരാനിരിക്കുകയാണ്. അതിലും നമുക്ക് എല്ലാ പ്രവർത്തനങ്ങൾക്കും എ ഗ്രേഡ് വാങ്ങണം, ഫുൾ എ ഗ്രേഡ് വാങ്ങണം. ഓക്കെ, എ ഗ്രേഡും ബി ഗ്രേഡും ഒക്കെ വലിയ ഗ്രേഡുകൾ തന്നെയാണ് അല്ലേ? ഇനി നമുക്ക് 36-ാമത്തെ പേജ് മുതലാണ് നമുക്ക് ഹാഫ് ഇയർലി പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. 36-ാമത്തെ പേജ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പേ ഉള്ള പാഠഭാഗങ്ങളിൽ നിന്നും ചോദ്യം വരാം, ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. ഇനി നമുക്ക് 36-ാമത്തെ പേജ് മുതലുള്ളത് ഒന്ന് നോക്കാം. നോക്കൂ, നിങ്ങൾ പുസ്തകം എടുത്ത് വെച്ചിട്ടില്ലേ? പുസ്തകവും നോട്ട് പുസ്തകവും എടുത്ത് വെക്കുക. സാറിന്ന് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മാത്രമാണ് സാർ പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണേ. സാധാരണ സാർ പറയുന്നത് പോലെ പരീക്ഷാ പേപ്പറിൽ ഇസ്മ എഴുതാനുണ്ടാവും. നമ്മളെവിടെ നമ്മുടെ പേര് എഴുതണം. പേര് എഴുതാൻ എല്ലാവർക്കും അറിയാലോ, അറബിയിൽ തന്നെ എഴുതാൻ അറിയാലോ അല്ലേ? ഓക്കെ, അതേപോലെ തന്നെ അസ്വഫ് വൽ ഫസ്ൽ എന്ന് കാണാം. അവിടെ എന്താ എഴുതേണ്ടത്? നമ്മുടെ ക്ലാസ് 4 എന്ന് എഴുതണം. ഇനി ഡിവിഷൻ ആണെങ്കിൽ 4A 4B ഒക്കെ ഉള്ള പിന്നെ ഡിവിഷൻ ഉണ്ടാവുമല്ലോ, ആ ഡിവിഷൻ അനുസരിച്ച് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ദിനാചരണങ്ങൾ, നമ്മുടെ സ്കൂളുകളിൽ ദിനാചരണങ്ങൾ നടക്കല്ലോ. ശിശുദിനം അല്ലേ, അങ്ങനെ പല ദിനങ്ങൾ നടക്കല്ലേ. ഇനിയിപ്പോൾ അടുത്ത ദിവസം വരാനിരിക്കുന്ന ഒരുപാട് ദിനാചരണങ്ങളുണ്ട് അല്ലേ? ഓക്കെ, അതിൽ നമ്മുടെ 36-ാമത്തെ പേജിൽ പിന്നെ കുറച്ച് ദിനാചരണങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത് ഓരോന്നും വിശദമായിട്ട് എഴുതാനുണ്ട്. നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയതാണ്, അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. ദിനാചരണങ്ങൾ 4 നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അത് എഴുതാനും പഠിക്കണം, വായിക്കാനും പഠിക്കണം. അൽ യൗമുൽ ആലമിയു ലിൽ അറബിയ, ലോക അറബി ഭാഷാ ദിനം. നമ്മുടെ ഈ ഭാഷയുടെ വേൾഡ് തലത്തിൽ അത് ആഘോഷിക്കപ്പെടുന്ന ദിവസം അത് എന്നാണ്? ലോക അറബി ഭാഷാ ദിനം എന്നാണ്? ഡിസംബർ 18, അടുത്ത ദിവസമല്ലേ? ഡിസംബർ 18. ഇനിയോ യൗമുൽ ഖിറാഅ, വായനാ ദിനം അല്ലേ? വായനാ ദിനം എന്നാണ്? നിങ്ങൾ കണ്ടുപിടിക്കൂ. യൂനിയോ 19 അല്ലേ? അത് ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് ആഘോഷിക്കുന്നത്, അത് പിന്നെ ആരുടെ ഓർമ്മക്കാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അതേപോലെ തന്നെ യൗമു ഈദുൽ അത്ഫാൽ, എന്താണത്? ശിശുദിനം അല്ലേ? യൗമു ഈദുൽ അത്ഫാൽ, ശിശുദിനവുമായി ബന്ധപ്പെട്ടത് നമ്മൾ എഴുതുക. അതേപോലെ തന്നെ അൽ യൗമു വത്തനിയു ലിൽ മുദരിസീൻ അല്ലേ? ദേശീയ അധ്യാപക ദിനം അല്ലേ? നമ്മൾ അധ്യാപക ദിനത്തിന് നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കല്ലേ? കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ദിനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് എഴുതാനും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിൻ്റെ ചെറിയൊരു വിശദീകരണം എഴുതാനും പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ നമുക്ക് അൽ ഹലാത്തുൽ ജമീല 38-ാമത്തെ പേജിൽ നമുക്കവിടെ സന്ദർശിച്ച സ്ഥലങ്ങളൊക്കെ എഴുതാനുണ്ട്. അത് നമുക്ക് അറിയാവുന്നതാണ്. അതേപോലെ തന്നെ 40-ാമത്തെ പേജിൽ ചെറിയ ലഘുക്കുറിപ്പ് എഴുതാനുണ്ട്. അത് നമ്മൾ എഴുതിയത് വായിച്ച് നോക്കുക. അതിൽ മബ്നി അൽ പാർലമാൻ ഹിന്ദി, ഇന്ത്യൻ പാർലമെന്റ് കെട്ടിടം അല്ലേ? അത് ഏതാണെന്ന് ചിലപ്പോൾ ചിത്രം തന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതാൻ ചോദിക്കും. അതല്ലെങ്കിൽ അത് പിന്നെ കൂട്ടി യോജിപ്പിക്കാനുണ്ടാവും, അതല്ലെങ്കിൽ എടുത്തെഴുതാനുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷം. എന്താ അങ്ങനെ പറയുക? യൗമുൽ ഇസ്തിക്ലാൽ അല്ലേ? അതേപോലെ തന്നെ കിതാർ മെട്രോ ട്രെയിൻ. അതേപോലെ തന്നെ ഖലഅത്തുൽ ഹംറ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെങ്കോട്ട അല്ലേ? അഹ്മർ എന്താ? ചുവപ്പല്ലേ? ഖലഅത്തുൽ ഹംറ, ചെങ്കോട്ട. അതേപോലെ തന്നെ ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് താജ്മഹൽ അല്ലേ? താജ്മഹലിനെ പറ്റി ഒരു ലഘുക്കുറിപ്പ് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാലും സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ. താജ്മഹൽ, ഇത് താജ്മഹൽ ആകുന്നു. യക്കോ താജ്മഹൽ ഫി ഡൽഹിയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ബനാ താജ്മഹൽ നിർമ്മിച്ചു അൽ മലികു ഷാജഹാൻ ചക്രവർത്തിയാണ് അത് നിർമ്മിച്ചത്. മുംതാസ് മഹൽ അല്ലെ? അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഓർമ്മക്കായിട്ട് അല്ലെ? മൻദറു താജ്മഹലിലെ കാഴ്ച, താജ്മഹൽ നമ്മൾ നോക്കുമ്പോൾ ഫില്ലൈലത്തിൽ മുഖ്മിറ,
മൻദറുൻ ജമീലുൻ, നിലാവെളിച്ചത്തിൽ നിലാവുള്ള രാത്രിയിൽ താജ്മഹൽ നമ്മൾ നോക്കുമ്പോൾ വളരെ നല്ല ഭംഗിയുള്ള ഒരു കെട്ടിടമായിട്ട് നമുക്കത് തോന്നും അല്ലേ. അതൊരു ലോകാത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. ഇനിയോ അടുത്തത് നിങ്ങൾ കണ്ടോ, അവിടെ എന്താ ഒരു ചിത്രമുള്ളത്? ഫിലി, അത് ഇസ്തിക്ലാൽ, യൗമുൽ ഇസ്തിക്ലാൽ, സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിൽ നിന്ന് എടുത്തൊരു ചിത്രമാണ് അല്ലേ. ഫി യൗമിൽ ഇസ്തിക്ലാലി, സ്വാതന്ത്ര്യദിനാഘോഷ ദിവസത്തിൽ തർക്കുസുൽ ബനാത്ത് വൽ ഔലാദു, കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നൃത്തം ചെയ്യും. ഫിൽ മലാബിസി ഷഅബിയ, ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് അല്ലേ, പല കളറുള്ള ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട്, സഫറാൻ കളറിലുള്ളത്, അബിയദ് കളറിലുള്ളത്, അഹ്ലറ കളറിലുള്ളത്, അതൊക്കെ ധരിച്ചുകൊണ്ട് അവർ നൃത്തം ചെയ്യുകയും വഹും യുൻഷിദൂന, അവർ പാട്ട് പാടുന്നുണ്ട്. ഏത്? അനാശീദൽ വത്തനയ്യ, ദേശീയ ഗാനം അല്ലേ, അവർ ദേശീയ ഗാനം ആലപിക്കുന്നുമുണ്ട്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഇതിനെപ്പറ്റി അവിടെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളെ പറ്റിയൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കണം. ഓക്കെ, അതേപോലെ തന്നെ പിന്നെന്താ, അതൊരു കെട്ടിടം അവിടെ കൊടുത്തിട്ടുള്ളത്, അതെന്താണ്? അത് നോക്ക, ഹാദാ മസ്ജിദുൽ ജാമി ബി ഡൽഹി, അത് ഡൽഹിയിലെ മസ്ജിദുൽ ജാമി ആണ് അല്ലേ. മസ്ജിദുൽ ജാമി ഒരു പള്ളിയാണ്. ബനാഹു മലികു ഷാഹജഹാൻ, ഷാഹജഹാൻ ചക്രവർത്തിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതെവിടെയാണുള്ളത്? യക്കോ ഹാദൽ മസ്ജിദു അൽ ജാമിഉ ഫി ഡൽഹി, മസ്ജിദുൽ ജാമി സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഹാദാ മസ്ജിദുൻ മഷ്ഹൂറുൻ ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ ജാമി എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മൾ ഇതിൻ്റെയൊക്കെ പേര്, ഈ ചരിത്ര സ്മാരകങ്ങളുടെയൊക്കെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി അടുത്ത പേജിൽ നോക്കുക, 45, 46. ഇനി നമുക്കുള്ളത് അൽ ഖിനാ എന്ന പാഠത്തിൽ അല്ലേ, 49, 50 പേജിൽ അൽ ഖിനാ എന്ന പാഠമുണ്ടല്ലോ അല്ലേ. അതിൽ നമുക്ക് 50 പേജിൽ മക്കൾ നോക്കൂ. 50 പേജിൽ 5 എടുത്തോ. മൽ അഷിയാഉ അൽ മുഹ്താജ ലി തഹയ്യ ഖിനാഇൽ ഖിർദ്, ഖിർദ് എന്ന് പറഞ്ഞാൽ ആരാ? കുരങ്ങൻ അല്ലേ. കുരങ്ങന്റെ മുഖം മൂടി നിർമ്മിക്കുവാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് നിർമ്മിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ് മുഖംമൂടി നിർമ്മിക്കാൻ വേണ്ടത്? ഇതാ നോക്കൂ നിങ്ങൾ, അത് കണ്ടോ? ഇവിടെ കണ്ടില്ലേ? എന്താണത്? വായിക്കുക, ദബ്ബാസ അല്ലേ. ദബ്ബാസ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേപ്ലയർ, ഐറാ ഗമ്മ് അല്ലേ, പശ, മിക്കസ് കത്രിക, മഹായ എറൈസർ അല്ലേ, മിസ്തറ എന്താണ്? സ്കെയില്. അത് വെട്ടി ഉണ്ടാക്കാനൊക്കെ സ്കെയില് വേണ്ടേ? വെട്ടാൻ മിക്കസ് വേണ്ടേ? ഇനി അഥവാ എന്തെങ്കിലും മായ്ക്കണമെങ്കിൽ മഹായ വേണ്ടേ? അത് പിൻ ചെയ്യാൻ എന്ത് വേണം? ദബ്ബാസ വേണം. ഇനിയോ അക്ലാമുൽ മുലവ്വന, അക്ലാമുൽ മുലവ്വന കളർ പെന്നുകൾ, ഔറാഖുൽ മുലവ്വന, ലൗന് എന്ന് പറഞ്ഞാൽ നിറല്ലേ. അപ്പൊ മുലവ്വന നിറമുള്ള പേപ്പറുകൾ. കലം എന്ന് പറഞ്ഞാലോ പെന്ന് അല്ലേ, എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നിങ്ങൾ എഴുതണം, ഇത് എഴുതാൻ പഠിക്കണം. ഒന്ന് എഴുതി നോക്കൂ. നമ്മൾ എഴുതിയതാണ്, വീണ്ടും എഴുതി നോക്കുക. അപ്പൊ നമുക്ക് എഴുതാൻ പഠിക്കണം. അത് ചിലപ്പോ നമുക്ക് എഴുതാനുണ്ടെങ്കിലോ. ഇനി അടുത്ത ഫിൽ കിർത്താസിയ, സ്റ്റേഷനറിയുമായി ബന്ധപ്പെട്ട ഒരു പാഠമുണ്ടല്ലോ. അവിടെ സാധനങ്ങൾ വാങ്ങാനൊക്കെ പോകുന്നത് അല്ലേ. 52 പേജിലും 53 പേജില് ഒരു ഫാത്തൂറയുണ്ട് അല്ലേ, ഒരു ബില്ലുണ്ട് അല്ലേ. ബില്ലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. എന്താണ് ഫാത്തൂറ എന്ന് പറഞ്ഞാൽ? ബില്ലാണ്. ബില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കടയിൽ നിന്ന് കിട്ടുന്നില്ലേ. അതിൽ വില എഴുതിയിട്ടുണ്ടാവും. എന്തെല്ലാം എഴുതിയ നോക്കുക നമ്മള്. അൽ ഹിലാലുൽ കിർത്താസിയാത്ത് അൽ കാലിക്കോത്ത്, കോഴിക്കോട് അവിടെ ഹിലാൽ സ്റ്റേഷനറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ബില്ലാണ് ഇവിടെ കൊടുത്തത്. ബില്ല് നിർമ്മിക്കാനുണ്ടാവും ചിലപ്പോൾ. കുറച്ച് സാധനങ്ങൾ തരും, എന്നിട്ട് കടയിൽ വാങ്ങിയിട്ടുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് ചിലപ്പോൾ എഴുതാനുണ്ടാവും. ഈ ബില്ല് വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇവിടെ എഴുതാനുണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമുക്ക് കടയുടെ ഒരു പേര് വേണം. എന്തെങ്കിലും ഒരു കടയുടെ പേര് അല്ലേ. അപ്പൊ ഒരു കടയുടെ പേര്. പിന്നെ റഖമു ഫാത്തൂറ, ബില്ലിന്റെ നമ്പർ. പിന്നെ താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് അല്ലേ, ഒരു ഡേറ്റ് അവിടെ വേണം. അതേപോലെ തന്നെ 1, 2, 3, 4 കള്ളികൾ നമുക്ക് അവിടെ ഉണ്ടാവും.
അത് അറക്കം ഒന്നാമത്തെ കള്ളിയിൽ എന്തെല്ലാം സാധനങ്ങൾ, എത്ര സാധനങ്ങളാണ് വാങ്ങിയത്, സീരിയൽ നമ്പർ അല്ലേ. പിന്നെ അന്നൗ ഇനം, എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിയത് അതിൻ്റെ ഇനം. പിന്നെ കമ്മിയ, എത്ര എണ്ണമാണ് വാങ്ങിയത്. അൽ ഖീമ, അൽ ഖീമ അതിൻ്റെ വില, ആകെ വില. ഇവിടെ മിക്കസ് എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ട്, കത്രിക ഒന്നാണ് വാങ്ങിയത്, അതിൻ്റെ വില 30. അക്ലാമുൽ മുലവന, കളർ പെന്ന് വാങ്ങിയിട്ടുണ്ട്, 5 എണ്ണം വാങ്ങിയിട്ടുണ്ട് അല്ലേ, 5 വാങ്ങിയിട്ടുണ്ട്. അപ്പൊ 25 രൂപ. അപ്പൊ 5 രൂപയായിരിക്കും അതിന്റെ പേര് അല്ലേ. 5 5 25 ഓക്കെ. അതേപോലെ തന്നെ ദബ്ബാസ ഒന്നാണ് വാങ്ങിയത്, 40 രൂപ. അപ്പോ പിന്നെ 30ഉം 25ഉം 40ഉം എത്രയാണ്, 95 അല്ലേ. അല്ല മജ്മൂ ടോട്ടൽ ആകെ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കൂട്ടിയിടാനുണ്ടാവും. അത് മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്. അപ്പോൾ നമുക്ക് കൂട്ടിയിടാൻ അറിയണം. സാധാരണ നമ്മൾ കൂട്ടാറുള്ളത് പോലെ കൂട്ടിയാൽ മതി അല്ലേ. 1 മുതൽ 100 വരെ നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ, അറബിയിൽ എഴുതാൻ അറിയാലോ അല്ലേ. നിങ്ങളൊന്ന് എഴുതി നോക്കൂ, 1 മുതൽ 100 വരെ ഒന്ന് എഴുതി നോക്കൂ നോട്ട് ബുക്കിൽ. ഓക്കെ. എന്നിട്ട് വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ക്ലാസ് ഗ്രൂപ്പ്, അതിലൊന്ന് അയക്കും. ഇനി നമുക്കതുള്ളത് അവിടെ ഒരു ഹിവാറാണ്, സംഭാഷണം. ആ സംഭാഷണം ഞാൻ കൂടുതൽ വായിക്കുന്നില്ല. സംഭാഷണം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹിവാർ എന്തായാലും ഒരു ഹിവാർ ഉണ്ടാവും അല്ലേ. ഹിവാർ ഇല്ലാത്ത ഒരു പരീക്ഷയും ഉണ്ടാവാറില്ല, എല്ലാ പരീക്ഷയ്ക്കും ഹിവാർ ഉണ്ടാവും. അപ്പോൾ രാവിലെയാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ സ്വബാഹുൽ ഖൈർ എഴുതാൻ അറിയാലോ. അതിന് തിരിച്ച് നമ്മൾ എന്താ പറയാ, സ്വബാഹന്നൂർ, ഗുഡ് മോർണിംഗ് അല്ലേ. അപ്പൊ സ്വബാഹന്നൂർ എന്ന് എഴുതാൻ പഠിക്കണം, സ്വബാഹുൽ ഖൈർ എന്ന് എഴുതാൻ പഠിക്കണം, എഴുതി തന്നെ പഠിക്കണം സ്വബാഹന്നൂർ. അതേപോലെ തന്നെ വൈകുന്നേരമാണ് കണ്ടുമുട്ടുന്നതെങ്കിലോ മസാഉൽ ഖൈർ, മസാഅന്നൂർ അല്ലേ, ഗുഡ് ഈവനിങ്. അതേപോലെ തന്നെ കൈഫൽ ഹാൽ അല്ലേ, സൈൻ, ഖൈർ, അങ്ങനെയൊക്കെ പറയാം. പിന്നെ അതെ എന്നുള്ളത് കുറച്ച് ചോദ്യം ചോദിക്കുവാനുള്ള കുറച്ച് വാക്കുകൾ അത് നമ്മൾ പഠിക്കണം. ഹൽ ഉണ്ടോ അല്ലേ, കം എത്ര, അയ്യോ ഏത്, മൻ ആരാണ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്നാലും പിന്നെ അതെ, അപ്പോൾ ചോദ്യം ഒരു കടക്കാരനായിട്ടോ അല്ലെങ്കിൽ ആളുകളായിട്ട് പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരമാണല്ലോ ഹിവാർ. അപ്പൊ നഅം അതെ അല്ലേ. ബിക്കം ഹാദ, ഇതിനെത്രയാണ്, കടയിൽ നിന്നുള്ളതാണ്, ഇതിനെത്രയാണ്, 30 രൂപയാണ്. അങ്ങനെ പറയാ, സലാസൂന റുപ്പിയ അല്ലേ, അങ്ങനെ പറയാം. പിന്നെയോ ഇത് മതി അല്ലേ, ഹാദ ഇത് മതിയോ, ഹാദ മുംതാസ് ഇത് മതിയോ, തബഅൻ. ഇനി നിനക്കെന്താണ് വേണ്ടത്, ഉരീദു ദബ്ബാസ, നീ ദബ്ബാസ ഉദ്ദേശിക്കുന്നുണ്ടോ, ദബ്ബാസ നിനക്ക് വേണോ അല്ലേ. അപ്പൊ എന്താ ചോദിക്കുക, ദബ്ബാസക്ക് എത്ര രൂപയാണെന്ന് ചോദിക്കുക. അപ്പോ അതില് ബിക്കം ഹാദ ഇതിനെത്രയാണ്, ബിക്കം ഹാദ ഇതിനെത്രയാണ് എന്ന് ചോദിക്കുക അല്ലേ. അതേപോലെ തന്നെ നമുക്ക് അവസാനം, ഹിവാറിന്റെ അവസാനം എന്താ ഉണ്ടാവുക, ശുക്രൻ അല്ലേ, താങ്ക് യു, ശുക്രൻ, ഒഫ്വ. അപ്പൊ ശുക്രൻ എഴുതാൻ പറയണം, ഒഫ്വൻ എഴുതുമ്പോൾ ഏത് ഐനാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇനിയോ 55-ാമത്തെ പേജ് അല്ലേ, 55-ാമത്തെ പേജിൽ നമ്മൾ പറഞ്ഞു അവിടെ പട്ടം ഉണ്ടാക്കുവാൻ, തായറത്തുൽ വറക്കിയ ഉണ്ടാക്കുവാൻ ഏതൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അല്ലേ. അവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ കിതാബ് നമ്മൾ പറഞ്ഞിട്ടില്ല. പുസ്തകത്തിന് എന്താ പറയുക, കിതാബ്, ദഫ്തർ നോട്ട് ബുക്ക്. അതേപോലെ തന്നെ ചാർട്ട്, ലാഇഹത്തുൻ ചാർട്ട് അല്ലേ. അങ്ങനെ നമുക്ക് പഠിക്കാത്ത ഏതെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ മിസ്മാർ അല്ലേ, പെൻസിലിന് മിസ്മാർ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ എഴുതി നോക്കുക. ഇനിയോ 56-ാമത്തെ പേജിൽ എന്താ ഉള്ളത്, വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുമെന്ന് ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അഷ്കാലുകൾ, ഷക്കിലുകൾ അല്ലെ, രൂപങ്ങൾ. എന്തെല്ലാം രൂപങ്ങളാണുള്ളത് നോക്കൂ, നിങ്ങൾ ഇവിടെ നോക്കൂ അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള പല രൂപങ്ങളും അല്ലെ, 4 രൂപങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. മുസല്ലസ്, സലാസ എന്ന് പറഞ്ഞാൽ എന്താ, എത്ര, വാഹിദുൻ, ഇസ്നാനി, സലാസ 3. അപ്പൊ 3 ഭാഗങ്ങളുള്ള ത്രികോണമാണെന്ത്, മുസല്ലസ്. മുറബ്ബ, അർബ എന്ന് പറഞ്ഞാൽ എത്ര, 4. മുറബ്ബ സമചതുരം, സമചതുരം. ഇനിയോ മുസ്തത്തീൽ അല്ലെ, മുസ്തത്തീൽ നീണ്ട ചതുരം, ദീർഘചതുരം അല്ലെ. ദാഇറ, ദാഇറ വൃത്തം, വട്ടം അല്ലെ. ഇനി നിങ്ങൾക്ക് 57-ാമത്തെ പേജിൽ ചോദിച്ചില്ലേ, ഒരു സയ്യാറത്ത് അവിടെ കൊടുത്തല്ലോ അല്ലെ. എന്നിട്ട് കം ദാഇറ, എത്ര ദാഇറയുണ്ട്, കം മുസല്ലസ്, എത്ര ത്രികോണമുണ്ട്, കം മുറബ്ബ, എത്ര സമചതുരമുണ്ട്, കം മുസ്തത്തീൽ,
മുസ്തത്തിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്താ? നിങ്ങൾ കമന്റ് ബോക്സിൽ ഇത് കമന്റ് ചെയ്യൂ. മുസ്തത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ. അപ്പോൾ ഇത് എത്ര രൂപങ്ങളുണ്ട്, ഇത് ഓരോന്നും എത്ര രൂപങ്ങളുണ്ട്, എത്ര എണ്ണമുണ്ട് ഓരോ രൂപങ്ങളും എന്ന് കൃത്യമായി കൊണ്ട് അവിടെ നമുക്ക് എണ്ണി നോക്കി എഴുതാൻ പറ്റണം. സാറിതാ ഒരു രൂപം ഇട്ടിരിക്കുന്നു, നോക്കിയത് ഒരു വാഹനം. ഇത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, എന്ത് വാഹന? ടാങ്കോ, യുദ്ധ ടാങ്കോ, അങ്ങനെ എന്തോ ആണ് അല്ലേ? യുദ്ധത്തിന് ഉപയോഗിക്കുന്ന എന്തോ ഒരു ടാങ്കോ അങ്ങനെ എന്തോ ആണ് അല്ലേ? ഏതൊരു വാഹനം, അതിൽ എത്രയുണ്ട്? അതിന്റെ ടയർ കണ്ടോ നിങ്ങൾ? ആ ടയറിൽ ഒരു വൃത്താണോ ഉള്ളത്? അല്ല, ഒരു ടയറിൽ തന്നെ 2 വൃത്തങ്ങളുണ്ട് അല്ലേ? അങ്ങനെ ഓരോന്നും നമ്മൾ നോക്കുക. ഇതിലും എത്രയുണ്ട് എന്ന് നിങ്ങൾ അതൊന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യൂ. ഇനി അർണോബി 58ാമത്തെ പേജിൽ 58ാമത്തെ പേജിൽ എന്താ ഉള്ളത്? അവിടെ പദ്യം കൊടുത്തിട്ടുണ്ട്. ആ പദ്യത്തിന് അനുസൃതമായിക്കൊണ്ട് അതിന് യോജിച്ചിട്ടുള്ള ആ പദ്യത്തിന് യോജിച്ചിട്ടുള്ള പിന്നെ വരികൾ അവിടെ എഴുതാനുണ്ട് അല്ലേ? നിങ്ങളത് നോക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ. ഏതൊക്കെയാണ് വരികൾ? നമുക്കത് കണ്ടെത്താൻ പറ്റുമോ? കണ്ടെത്താൻ പറ്റില്ലേ? ഓക്കെ. ഒന്നാമത്തത് എന്താണ്? അർണബ് ഇങ്ങനെ തട്ടിക്കളിക്കുകയാണ് അല്ലേ? അപ്പോൾ ബോൾ തട്ടിക്കളിക്കുന്നുണ്ട്. ഇന്തി ഫി ബൈത്തി അർണബ്, എൻ്റെ വീട്ടില് ഒരു അർണബ് ഉണ്ട് അല്ലേ? ആ അർണബ് ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? കളിക്കുന്നുണ്ട്, ക്ഷീണമില്ലാതെ കളിക്കുന്നുണ്ട്. അതാണ്, ആ വരിയാണ് വേണ്ടത് അല്ലേ? ഇനിയോ അടുത്തത് എന്താണ്? ഒരു കുട്ടി അതിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അല്ലേ? യജ്ലിസു ഖുർബി ബഅദൽ ലഅബി, ആ മുയല് അർണബ് കളിച്ചതിന് ശേഷം എൻ്റെ അടുത്തിരിക്കുന്നു അല്ലേ? ഹുവലാ യഹ്കി ഹുവലാ യബ്കി, അത് കരയുന്നില്ല അല്ലേ? അങ്ങനെയുള്ള വരികൾ. ഇനിയോ അടുത്തത് എന്താണ്? അൽ അർണൂബി അൽ ആലി അബിയദ്, തനി വെള്ള, നല്ല വെള്ളയുള്ള ഒരു അർണബന്റെ അടുത്തുണ്ട്. യുഹ്സിനി ലമ്മാ യംറദ് അല്ലേ? അതിന് രോഗം ബാധിക്കുമ്പോ ഒക്കെ എനിക്ക് സങ്കടമാവുന്നുണ്ട്. ഇനിയോ അർണൂബി ഹുൽവുൽ മൻദർ, നല്ല മനോഹരമായ കാഴ്ചക്ക് നല്ല മനോഹരമായിട്ടുള്ള അർണബാണ്. ഉത്ഇമഹു അൽ ഉഷ്ബൽ അഹ്ലർ, പച്ചപ്പുല്ല് ഞാൻ അതിന് കൊടുക്കുന്നു അല്ലേ? അപ്പോൾ പദ്യത്തിനനുസരിച്ച് അതിലെ വാക്കുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പൂരിപ്പിക്കാൻ സാധിക്കും. അടുത്തത് ഹാമിലുൽ ഫർഹി എന്നുള്ള ഒരു പാഠമാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പൊതുസ്ഥാപനങ്ങളാണ് അല്ലേ? പൊതുസ്ഥാപനങ്ങളാണ്. നോക്കൂ എന്തെല്ലാം പൊതുസ്ഥാപനങ്ങളാണുള്ളത്. അതില് യഖൂമു ബി ബിനാഇ ശവാരിൽ ഖറിയ, അത് ഗ്രാമത്തിലെ കാര്യങ്ങളൊക്കെ, റോഡുകളൊക്കെ നോക്കുന്ന, ഗ്രാമത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഓഫീസ് ഏതാണ്? അൽ മക്തബുൽ ഖറവിയ്യ, ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അല്ലേ? ഇനി മുനിസിപ്പാലിറ്റി ഓഫീസുകൾ ഉണ്ടാവും അല്ലേ? കോർപ്പറേഷനുകൾ ഉണ്ടാവും. ഇനിയോ യഖൂമു ബി തൗസീർ റസായിൽ വത്തുറൂദ് അല്ലേ? കത്തുകളും അതേപോലെ തന്നെ മാസികകളും നമ്മൾ കത്തയച്ചിട്ടുണ്ടെങ്കിലൊക്കെ എവിടുന്നാണ് നമുക്ക് കിട്ടുക? അത് എവിടുന്നാണ്? പോസ്റ്റ് ഓഫീസിന് എന്താ പറയാ? മക്തബുൽ ബരീദ്. ഇതിൽ 6 പൊതുസ്ഥാപനങ്ങളും നിങ്ങൾ എഴുതാൻ പഠിക്കണേ. നന്നായി എഴുതി പഠിക്കണം. അതേപോലെ തന്നെ യഖ്ബിദു അലൽ ലുസൂസ്, കള്ളനെ പിടിക്കും അല്ലേ? കള്ളനെ പിടിക്കുന്നത് ആരാണ്? അതുമായി ബന്ധപ്പെട്ട ഓഫീസ് എന്താണ്? മർക്കസ് ഷുർത്ത, പോലീസ് സ്റ്റേഷൻ അല്ലേ? അടുത്തത് മക്കാനു ദിറാസ, പഠനത്തിന്റെ കേന്ദ്രം, പഠിക്കുന്ന സ്ഥലം ഏതാ? അത് അൽ മദ്രസ, സ്കൂൾ അല്ലേ? മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ. മക്കാനൽ ഫഹ്സി വൽ ഇലാജ്, ചികിത്സയുടെയും രോഗനിർണയത്തിന്റെയും ഒക്കെ കേന്ദ്രം. അസുഖമായ നമ്മൾ എങ്ങോട്ടാ പോവുക? ഹോസ്പിറ്റൽ. അതിനെന്താ അറബിയിൽ പറയാ? അൽ മുസ്തഷ്ഫ. ഒന്ന് പറഞ്ഞു നോക്കൂ, അൽ മുസ്തഷ്ഫ. ഓക്കെ. ഇനി അടുത്തതോ തഹസ്സുലു മിൻഹു അല ശത്ലാത്തി വൽ ഹുബൂബ് അല്ലേ? വിത്തുകളും ചെടികളൊക്കെ നമുക്ക് നടാൻ വേണ്ടി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ഓഫീസ് ഉണ്ട്. എവിടെയാണത്? മക്തബു സിറാഅ, കൃഷി ഓഫീസ് അല്ലേ? കൃഷി ഓഫീസ്. അവിടെ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടും. ഇനിയോ 62ാമത്തെ പേജിൽ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മൾ പിന്നെ നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ വായിക്കുക, പഠിക്കുക. അവിടെ നമുക്ക് ചെറിയൊരു വിശദീകരണം, ഞാനത് വിശദീകരിക്കുന്നില്ല. നിങ്ങളത് പിന്നെ എഴുതിയത് വായിച്ച് നോക്കിയിട്ട് അവിടെ എഴുതാൻ വേണ്ടി പഠിക്കുക. ഇവിടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇതിൽ അൽദാദുകൾ, നമുക്ക് എതിർപദങ്ങൾ, ഓപ്പോസിറ്റ് വേർഡ്സ് അവിടെ നമുക്ക് കാണാൻ. അൽ ഫറഹി, അത് ഞാൻ വിശദമായിട്ട് വായിക്കുന്നില്ല. ഫറഹ് അല്ലേ? ഫറഹ് എന്നതിൻ്റെ സന്തോഷം, ഹുസ്ന് ദുഃഖം അല്ലേ? വാസി വിശാലമായ, ലയ്യക്ക് ഇടുങ്ങിയ, സ്വബാഹൻ രാവിലെ, മസാഅൻ വൈകുന്നേരം, അൽ കിബാർ
വലിയവർ അല്ലേ, സിആർ ചെറിയവർ, ബർദ് തണുപ്പ്, യസ്തദുൽ ബർദു ഫി മൗസിമി ശിദ്ദ തണുപ്പ് കാലത്ത് തണുപ്പ് അധികരിക്കുന്നു, യസ്തദുൽ ഹർ അല്ലേ ചൂട് കാലത്ത് അല്ലേ, ചൂട് കാലത്ത് ചൂടും എന്ത് ചെയ്യുന്നു, അധികരിക്കുന്നു അല്ലേ. ഓക്കെ, അത് നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ അതിൽ നമുക്ക് പഠിക്കാനുള്ള വേറൊരു കാര്യമാണ്, അതാ നോക്കൂ നിങ്ങൾ, ജംഉം മുഫ്രദും അല്ലേ. ജംഉം മുഫ്രദും, ജംഉ എന്ന് പറഞ്ഞാൽ ബഹുവചനം, മുഫ്രദ് ഏകവചനം. ഒരു പെണ്ണ് ഏകവചനം, പെണ്ണുകൾ ബഹുവചനം അല്ലേ. സിആർ സഈർ അല്ലേ, അൽ കിബാർ കബീർ, അൽ അഫ്രാഹ് ഫറഹ്, അൽ അഹ്സാൻ ഹുസ്ന് അല്ലേ, റസായിൽ റിസാല, അൽ ഹലാവാത്ത് അൽ ഹവാലാത്ത് അല്ലേ, അൽ ഹവാല. ഓക്കെ, അൽ മജല്ലത്ത് അൽ ഔഖാത്ത് സമയങ്ങൾ, അൽ വഖ്ത് തുർക്ക് അല്ലേ, വഴികൾ, അത്തരീഖ് വഴി, അൽ അയ്യാം ദിവസങ്ങൾ, അൽ യൗം ദിവസം, അൽ ഫവാത്തീർ അൽ ഫാത്തൂറ ഒരു ബില്ലിന് ഫാത്തൂറ എന്ന് പറയും, കുറേ ബില്ലുകൾക്ക് ഫവാത്തീർ എന്ന് പറയും അല്ലേ. ഓക്കെ, അപ്പോൾ ജംഉം മുഫ്രദും ജംഉം നമ്മൾ പഠിക്കണം. അതും പഠിച്ചതൊക്കെ എഴുതിയതൊക്കെ നമ്മൾ വായിച്ചു നോക്കുക. ഇനി നമ്മുടെ പുസ്തകത്തിൽ അവസാനത്തെ ഭാഗത്തിൽ ഈ പരീക്ഷയ്ക്ക് വരുന്നതിൻ്റെ അവസാനത്തെ ഭാഗം ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ നമുക്ക് കുറച്ച് രോഗങ്ങളെ സംബന്ധിച്ച് പഠിക്കാനുണ്ട് അല്ലേ. രോഗങ്ങൾ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. രോഗങ്ങളുടെ പേരുകൾ, ഏതൊക്കെ പേരുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് നോക്കൂ നിങ്ങൾ, ഏതൊക്കെ രോഗങ്ങളുടെ പേരുകളാണ് ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, അദ്ദാ വദ്ദവാ രോഗവും അല്ലേ, മരുന്നും രോഗവും അതിൻ്റെ രോഗങ്ങളുടെ പേര് നമ്മൾ പഠിക്കണം, മരുന്നുകളുടെ പേരും പഠിക്കണം. ഓക്കെ, അലമുൽ ബത്തൻ എന്താണ്, വയറുവേദന. അലമുൽ അസ്നാൻ പല്ല് വേദന. അലം എന്ന് പറഞ്ഞാൽ വേദനയാണ് കേട്ടോ, വേദന. അപ്പൊ അലം എന്ന് കണ്ടാൽ ഇതെന്തോ ഒരു വേദനയാണല്ലോ, ഇതൊരു വേദനയാണല്ലോ അല്ലേ, ഒരു വേദനയായിട്ട് ബന്ധപ്പെട്ട വാക്കാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സുധാ തലവേദന, സുധാ അല്ലേ, നല്ല തലവേദന. ഹുമ്മ് പനി അല്ലേ, ഹുമ്മുൻ ഷദീദ് കഠിനമായ പനി അല്ലേ. ഇപ്പോൾ പല പനികളുണ്ട് അല്ലേ. ഇപ്പം മഞ്ഞപ്പിത്തൊക്കെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിക്കണം. പുറത്ത് നിന്ന് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നമ്മൾ കുടിക്കുക അല്ലേ. ചൂടുള്ള ഭക്ഷണം കഴിക്കുക. പലപ്പോഴും ഫാസ്റ്റ് ഫുഡും അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ, ഈ കളറ് ചേർത്ത ഭക്ഷണങ്ങൾ, തുറന്നു വെച്ച ഭക്ഷണങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ പനിയൊക്കെ വന്നാൽ വളരെ പ്രയാസമാണ്. ഹുമ്മ് പനി. അതേപോലെ തന്നെ എന്താണ്, രോഗങ്ങൾ, ഛർദി അല്ലെ, അൽഖൈ ഛർദി. ഇനിയോ മരുന്നുകളുടെ പേരുകൾ. മരുന്നുകൾ എന്ന് പറഞ്ഞാൽ അൽ അക്രാസ് ഗുളിക അല്ലേ. ഗുളിക കുടിക്കാൻ ഇഷ്ടമാണോ? അല്ല അല്ലേ, ഗുളിക പരമാവധി ഒഴിവാക്കണം അല്ലേ. ഇതിന് സൂക്കേട് വരാതിരിക്കണം. അൽ മർഹം ഓയിൻമെന്റ് അല്ലേ, നമ്മളിപ്പോൾ ഇരട്ടല്ലേ, ഓയിൻമെന്റ്. ഷറാബ് ടോണിക്കിനും സിറപ്പിന് പറയുന്ന പേരാണ്. ഓക്കെ, അത് ഈ 3 പേരുകളും നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് നന്നായിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം അല്ലേ. അൽ മുസ്തഷ്ഫ അടുത്ത പേജിലാണ് അതുള്ളത്, നിങ്ങൾ കാണുന്നില്ലേ. അൽ സൈദലിയ അല്ലേ, തൊബീബ് മുമരിദ, കിസ്മു തവാരി, ഓരോ വിഭാഗങ്ങൾ ഉണ്ടാവുകയല്ലേ. അവിടെ നേഴ്സ് ഉണ്ടാവും, ഫാർമസിസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ തൊബീബ് ഡോക്ടർ ഉണ്ടാവും, അതേപോലെ തന്നെ പക്ഷികളുടെ വിഭാഗം, പൊതുവിഭാഗം, ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതേപോലെ തന്നെ പനിയുടെ ഡിപ്പാർട്ട്മെന്റ്, ഇയാദത്തിൽ ഹുമ്മ, കിസ്മുൽ ഇലാം, എല്ല് വിഭാഗം ഒക്കെ ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ രോഗങ്ങളുടെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്, മരുന്നിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനത് ദീർഘമായി കൊണ്ട് പറയുന്നില്ല. ഇവിടെ ഷേപ്പുകളുടെ രൂപങ്ങളുടെ പേരുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ പൊതുസ്ഥാപനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക, ഏറ്റവും നന്നായി മാർക്ക് വാങ്ങുക. എല്ലാ പ്രവർത്തനത്തിനും A ഗ്രേഡ് കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്. ഉഷാറായി പരീക്ഷ എഴുതുക. ഓക്കെ, ബൈ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.